കഴിഞ്ഞ 5 ആഴ്ചയോളമായി ഒരാൾ മോർച്ചറിയിൽ ഇങ്ങനെ ഉറ്റവരെ കാത്തു കിടക്കുകയാണ്. അർബുദം ബാധിച്ചു മരിച്ച ഒരു വയോധികനാണ്. വിനായകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സ്വീകരിക്കാനോ ഏറ്റുവാങ്ങാനോ. അവസാനം സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ശ്രീകുമാർ, ഒപ്പം തന്നെ പൊതുപ്രവർത്തകരായ ഗണേഷും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ആ വയോധികന് അന്ത്യവിശ്രമം ഒരുക്കി. സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് 1 മാസത്തിന് ശേഷം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അവിടുന്ന് കത്ത് വാങ്ങി കോർപ്പറേഷനിൽ കൊടുത്തു. കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നിവിടെ അടക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഗണേശനും ബാബുവും കാവനാട് ജംഗ്ഷനിലെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും റഷീദ് ഇവരെല്ലാവരും ചേർന്ന് അതിന് വളരെ നല്ല രീതിയിൽ അതിനൊരു എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുകയുണ്ട്. അല്ലെങ്കിൽ മാസങ്ങളോളം അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ ഇരുന്ന് അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് അത് ഭംഗിയായി ആ കർമ്മം നിർവഹിക്കുകയുണ്ടായി. കണ്ണൻ നായരുണ്ട് കൊല്ലത്തു നിന്നും. കണ്ണ, 5 ആഴ്ചയൊക്കെ ഇങ്ങനെ മോർച്ചറിയിലിരിക്കുക, ആരും ഏറ്റെടുക്കാനില്ലാതാവുക. തീർച്ചയായും ഇതിനു മുൻപും ഇത്തരം ചില വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ തയ്യാറായത് വളരെ നല്ല കാര്യമാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്? എന്താണ് ആരും ഏറ്റെടുക്കാനൊന്നും ഇല്ലാതെ വന്നത്? എപ്പോഴായിരുന്നു പിന്നെ സംസ്കാരം നടത്തിയത്? ദിവിഷേ, മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം വാക്കുകൾ ഒതുക്കാനുള്ളതല്ല, പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം നഗരത്തിൽ കണ്ടത്. ഈ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ കുറേ ഏറെക്കാലമായി, പതിറ്റാണ്ടുകളായിട്ട് കാവനാട് കേന്ദ്രീകരിച്ച്, മാർക്കറ്റ് കേന്ദ്രീകരിച്ച് അവിടെ കുടയും ചെരുപ്പുമൊക്കെ നന്നാക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ ഈ കടത്തിനയിലൊക്കെ തന്നെയായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. പ്രായമായതോടുകൂടി പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായി. അങ്ങനെ അസുഖത്തെക്കുറിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ക്യാൻസറാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കി. വിവിധ തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കിയ ശേഷം അല്പം രോഗം ഭേദമായി. പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു തൊഴിലെടുത്ത് ജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കാവനാട്ടേക്ക് എത്തി. പക്ഷേ രോഗത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മൂലം അദ്ദേഹത്തിന് തൊഴിലെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. മാത്രമല്ല, അദ്ദേഹത്തിന് അന്തി ഉറങ്ങാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ശക്തികുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ഒരു സാന്ത്വന കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി. പിന്നീട് അവിടെ വെച്ച് വീണ്ടും രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്താണ് എറണാകുളത്ത് ഒരു പാലിയേറ്റീവ് കെയർ മാത്രമേ പിന്നീട് നടക്കുകയുള്ളൂ എന്നതിൻ്റെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് കെയർ കിട്ടുന്ന ഒരു കേന്ദ്രത്തിലേക്ക്, എറണാകുളത്തേക്ക് അദ്ദേഹത്തെ മാറ്റുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുമായിരുന്നു. ജൂൺ ആദ്യവാരമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതും. അതിനുശേഷം പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് മൃതദേഹം ഏറ്റുവാങ്ങണമെന്നുള്ള ഒരു അറിയിപ്പ് നൽകി. ഒപ്പം തന്നെ അതേ സമയത്ത് തന്നെ കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുകയും ചെയ്തു. 5 ആഴ്ചയാണ് ബന്ധുക്കളെ കാത്ത്, ഉടയവരെ കാത്ത് ഈ മൃതദേഹം അവിടെ സൂക്ഷിച്ചത്. പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരു ബന്ധു പോലും അവിടേക്ക് എത്തിയിരുന്നില്ല. അങ്ങനെ ഒരു ബന്ധുക്കളുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടാണ് ഈ ഭൗതിക ശരീരം സംസ്കരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആയിട്ടുള്ള ശ്രീകുമാർ, അതുപോലെ തന്നെ ശക്തികുളങ്ങര ഗണേഷ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ, പിന്നീട് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള, പേരെടുത്ത് പറയേണ്ട കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ തന്നെ ചേർന്ന് ഒരു ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും അവിടെ നിന്ന് ഈ ഭൗതിക ശരീരം സംസ്കരിക്കാനുള്ള ഒരു ഉത്തരവ് വാങ്ങുകയുമായിരുന്നു. പിന്നീട് മുളങ്കാടകം ശ്മശാനത്തിലേക്ക് ആ മൃതദേഹം കൊണ്ടുവരുന്നു. നല്ല കാര്യമാണ് അവർ ചെയ്തത്, അല്ലേ? ആരെങ്കിലും ഉണ്ടാകും അവസാന നിമിഷം എന്ന ഒരു തോന്നലാണ്. പക്ഷേ ജീവനോടെ അദ്ദേഹത്തെ ഏറ്റെടുക്കാനൊന്നും ആരും ഉണ്ടായില്ല. പക്ഷേ മരണത്തിൽ അല്ലെങ്കിൽ അന്ത്യവിശ്രമം ഒരുക്കാൻ കുറച്ചുപേരെങ്കിലും നല്ല മനസ്സിലുണ്ടായത് നല്ല കാര്യം. ശരി.